ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അമ്മയുടെ വീട് കൂടല്ലൂരാണ് കേട്ടോ, മൽമക്കാവ് ആ ഭാഗം. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു വിഷമമുള്ളൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ MT വാസുദേവൻ സാറ് ഇന്നലെ മരണപ്പെട്ട ദിവസമാണല്ലോ. അപ്പോൾ സാറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ മാമൻ്റെ വീട്ടിലേക്ക് പോണ ആ ഒരു റൂട്ടിലാണ് വീട് വരുന്നത്, ഭാരതപ്പുഴയുടെ തീരത്ത്. അപ്പോൾ നമ്മളിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മൾ പോകുന്നത് ബസ്സിനാണ് കേട്ടോ. ഒരു 9:30 ഡയറക്റ്റ് മാമൻ്റെ വീട്ടിലേക്ക് വിടുന്നൊരു ബസ്സുണ്ട്. അപ്പോൾ അതിനാണ് പോകുന്നത്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളൊക്കെ ഉള്ള ടൈമിലൊക്കെ ആ ബസ്സിലാണ് പോകാറെന്നും. അപ്പോൾ അതാകുമ്പോൾ ഡയറക്റ്റ് അവിടെ പോയിട്ട് ഇറങ്ങാൻ പറ്റും, വേറെ മാറി കയറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കീനുവിനെ കൊണ്ട് പോകുമ്പോൾ മാറി കയറണമൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ കാറിൽ പോകാൻ നന്ദൂനും ലീവില്ല. കാക്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അല്ല, ഞാൻ പുറത്ത് നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 9:15 ഇനിയിപ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങും. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ നമുക്കെന്തായാലും പോവാം. അപ്പോൾ ഞാനും കീനും ഒന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ് കേട്ടോ, ട്വിന്നിങ് ആയിട്ടാണ് ഡ്രസ്സ് ചെയ്തേക്കുന്നത്. കാറിലല്ല പോണത്, നമ്മള് ബസ്സിലാണ് പോണത്. വായോ, ബസ്സിലാ പോണത്. അപ്പൊ കീനു കാറിലാ പോണെന്ന് വിചാരിച്ചു പാവം. അപ്പൊ നമ്മള് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബസ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ബസ് എടപ്പാള് എത്തിയിട്ടോ. എടപ്പാള് കുറച്ച് നേരം നിർത്തിയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും സ്നാക്സ് ഇങ്ങനത്തെ പാക്കറ്റ് ഐറ്റംസ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ടൈം എടുക്കും. അത് ആകെ 10 മിനിറ്റ് മാത്രമാണ് അവിടെ നിർത്തിയിട്ടുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കീനും ഉറങ്ങി കേട്ടോ. വല്ലാതെ വാശിയൊന്നും പിടിക്കാതെ തന്നെ പെട്ടെന്ന് ഉറങ്ങിയ ആള്. അപ്പോൾ ഈ ഒരു പോണ വഴിയിലായിരുന്നു MT വാസുദേവൻ സാറിൻ്റെ വീട് എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതായിരുന്നു കേട്ടോ. അവിടെ ഇപ്പോൾ എന്തോ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ വീട്ടിൽ മാമൻ്റെ വീടിൻ്റെ അവിടെ എത്തി. റോഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. ഈ 2 വീട് 2 മാമന്മാരുടെ വീടാണ്. ഇതിൻ്റെ അപ്പുറത്താണ്, റോഡ് ക്രോസ് ചെയ്ത അപ്പുറത്താണ് വേറെ 2 മാമന്മാരുടെ വീട് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ ആരെയും സിറ്റ് ഔട്ടിൽ കാണുകയും ചെയ്തില്ല. പിന്നെ ഉള്ളിൽ അമ്മമ്മയും മാമൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ കീനു എത്തിയപ്പോൾ അവിടെ കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ വീടിൻ്റെ ബാക്കിൽ തന്നെ പുഴയാണ് കേട്ടോ. അപ്പോൾ ഈ പുഴയിലാണ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ വന്നിട്ട് രാവിലെയും വൈകിട്ടൊക്കെ വന്ന് കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഞങ്ങൾ മറ്റ് 2 മാമന്മാരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്തു. ഈ ഒരു വഴിയിൽ കൂടെയാണ് അവരെ വീട്ടിലേക്ക് പോകുന്നത്. ആ വീടെന്ന് പറയുമ്പോൾ 2 വീടും പാടത്തിൻ്റെ പക്കത്താണ് കേട്ടോ വരുന്നത്. ഫ്ലഡ് വന്നിരുന്ന ടൈമിൽ ഈ 4 വീട്ടിലും വെള്ളം കയറിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് 2 ഫ്ലഡ് ഉണ്ടായിരുന്ന ടൈമിലൊക്കെ. പിന്നെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളവിടെ എത്തി. കുട്ടികൾ അവിടെയും വേറെ കുട്ടികളൊക്കെ കളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ കീനുവിനാണെന്നുണ്ടെങ്കിൽ ബോൾ കിട്ടി. അപ്പോൾ ബോൾ കിട്ടിയാൽ പിന്നെ ആൾ ഹാപ്പിയാണ്. അവന് നല്ല സന്തോഷമായിരുന്നു കേട്ടോ. അവൻ്റെ കളി കാണാൻ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ നല്ല സന്തോഷമായിരുന്നു. ചിന്നുമ്മളെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റൊക്കെ പറഞ്ഞിറങ്ങി ഇവിടെ വന്നിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാണ് കേട്ടോ. കീനുവിന് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവന് ചോറ് പ്ലേറ്റിലിട്ട് കൊടുക്കും. അപ്പോൾ കീനു ഉറങ്ങിട്ടോ. ഞാൻ കീനുവിനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റൂമിൽ വന്നതായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. എല്ലാവരും കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. പിന്നെ കീനുവിന് ഇവിടെ നല്ല ഇഷ്ടമായിട്ടോ. ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നല്ല കളിയായിരുന്നു. ആള് നല്ല ഹാപ്പിയാണ്. അപ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഉറങ്ങി കുറച്ച് നേരമായി. ഇനിയിപ്പോൾ ഒന്നെങ്കിൽ എഴുന്നേൽക്കിടേൻ്റെ മുന്നേ പോകുന്നുണ്ടാവും. അതെല്ലാം എന്തായാലും കുറച്ച് കഴിയുമ്പോഴേക്കും പോകാൻ നോക്കണം. പിന്നെ നന്ദു വന്നു. ഇവിടെ എല്ലാവരും ഉണ്ട്, കുട്ടികളെല്ലാവരും. പിന്നെ വെക്കേഷനും ആണല്ലോ. അപ്പോൾ എല്ലാവരും ഉള്ള കാരണം കൊണ്ട് അവൻ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് അവൻ വന്നു.
പിന്നെ പോകുമ്പോൾ എന്തായാലും നമ്മൾ കാറിലായിരിക്കും കേട്ടോ പോവുക. പിന്നെന്താ ബസ്സിൽ വരുമ്പോൾ കീനുവിന് ബുദ്ധിമുട്ടായിട്ടൊന്നും വലിയ സീനാക്കിയില്ല. പിന്നെന്താ വെച്ചാൽ ഒരു രാവിലെ ഒരു ഉറങ്ങണ ടൈം ആയപ്പം എന്താ ആൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു വാശി പിടിക്കുന്ന പോലെയൊക്കെ തോന്നി. പിന്നെ കണ്ടക്ടറിനെ കാണിച്ചു കൊടുത്തിട്ട് മാമൻ ചീത്ത പറയുമെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് നേരം ഒതുങ്ങിയിരുന്ന് വലിയ സീനാക്കിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ കുറച്ച് നേരം ബസ്സിൽ നിന്ന് ഉറങ്ങി. അപ്പോൾ എന്നിട്ട് പിന്നെ ഇവിടെ എത്തിയതിന് ശേഷമാണ് എഴുന്നേറ്റത്. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഫുഡും കഴിക്കുകയൊക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഓരോ കഥ പറയാം കേട്ടോ. അമ്മമ്മയാണെങ്കിൽ MT വാസുദേവൻ സാറിൻ്റെ ഓരോ കഥകൾ പറയായിരുന്നു. പക്ഷെ ഞാൻ വീഡിയോ ഓണാക്കിയത് അമ്മമ്മ നിർത്തി. കഥ പറയാമോ? MTയുടെ കഥ പറയാം. അപ്പൊ ടാറ്റ ടാറ്റ പറയും. അങ്ങനെ അവിടെ നിന്നും ചാറ്റെല്ലാം പറഞ്ഞ് ഇറങ്ങി ഞങ്ങൾ പോവുകയായി. ഇതിൽ കാണിക്കുന്ന സ്കൂൾ അമ്മ 7th വരെ എങ്ങാനും പഠിച്ച സ്കൂളായിരുന്നു കേട്ടോ. പിന്നെ തൃത്താല സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലെത്തി. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് എൻഡ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.